എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ജൂലൈ 25 അവസാനിക്കും. 25 വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ ഡയറക്ടർക്ക് എത്തുന്ന രീതിയിലായിരിക്കണം ഈ ഒരു അപേക്ഷകൾ അയക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി വിദ്യാർത്ഥികൾ സ്പീഡ് പോസ്റ്റിൽ അയക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഈ ഒരു ഡേറ്റിന് നീട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല. ചിലപ്പോൾ നീട്ടുന്നതാണ്. കാരണം മുൻ വർഷങ്ങളിൽ നീട്ടിയിട്ടുള്ളത് കാണാം. എന്നാൽ ഈ വർഷം നീട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സർക്കുലറിൽ പറഞ്ഞത് പ്രകാരം വിദ്യാർത്ഥികളുടെ ഈ ഒരു അപേക്ഷ 2024 ജൂലൈ 25 മുമ്പായിട്ട് തിരുവനന്തപുരത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കേണ്ടതാണ്. വൈകി കിട്ടുന്നതും നിർദ്ദിഷ്ട രീതിയിൽ പൂരിപ്പിക്കാത്തതും ഫീ കൃത്യമായിട്ട് ശീർഷകത്തിൽ അടക്കാത്തതുമായിട്ടുള്ള അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാലായി 25 അവിടെ എത്തുന്ന രീതിയിലോ നിങ്ങളുടെ അപേക്ഷകൾ നൽകുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചലാൻ്റെ ഒറിജിനൽ ആയിരിക്കണം വിദ്യാർത്ഥികൾ നൽകേണ്ടത്. ഒറിജിനൽ ആയിരിക്കണം ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ആയിട്ടുള്ള dme.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ള പേജിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഷെഡ്യൂളല്ല ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ പ്രോസ്പെക്ടസിൽ നിങ്ങൾ ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടത്, എങ്ങനെയാണ് അയക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും മലയാളത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു കാര്യമാണ് DHSൻ്റേത് പറഞ്ഞു. അപ്പോൾ DMEയുടേത് എപ്പോഴാണ്? DME അല്ല, DHS അല്ല, ഇത് DME ആണ്. അതുപോലെ തന്നെ DHSൻ്റേത് എപ്പോഴാണ് എന്നുള്ളത് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് അതിൻ്റെ അലോട്ട്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പ്രോസ്പെക്ടസിലെ കോൺടാക്റ്റ് നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ആ ഒരു നഴ്സിംഗ് സ്കൂളുകളിൽ നിന്നും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളോട് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളെ വിളിക്കുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ടാകും, മൊബൈൽ നമ്പർ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങളെ ആ ഒരു കോളേജിൽ നിന്നും കോളേജല്ല, നഴ്സിംഗ് സ്കൂളിൽ നിന്നും നിങ്ങളെ വിളിക്കുന്നതാണ്. നിങ്ങൾ ഇന്ന ദിവസം അഡ്മിഷൻ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് ആ ഒരു കോളേജിലല്ല, ആ ഒരു ജനറൽ നഴ്സിംഗ് സ്കൂളിൽ എത്ര വേക്കൻസിയാണുള്ളത് ആ ഒരു വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങളെ വിളിക്കും. അപ്പോൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് ഈ ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിൽ നടക്കുന്നത്. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് 3 കോളേജല്ല 3 ജനറൽ നഴ്സിംഗ് സ്കൂളുകളാണുള്ളത്. അപ്പോൾ ആ ഒരു സ്കൂളുകളിലേക്കുള്ള പ്രവേശനം ഈ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഈ ഒരു പ്രവേശനം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു 3 വിഭാഗത്തിൽ 2 വിഭാഗത്തിൽ SCക്കോ STക്കോ ആണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലാണ് ആ ഒരു 2 കോളേജിലെ സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ ഈ ഒരു തിരുവനന്തപുരത്തെ ഈ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് നിങ്ങളുടെ അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങളുടെ യോഗ്യത കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം അവർ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങളെ അതിൽ നിന്നും അഡ്മിഷനായിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അലോട്ട്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് DMEയിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സയൻസസ് അല്ല, ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് ആണ് DHS. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സാധാരണത്തിൽ അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് വരില്ല. അത് ഈ ഒരു സ്കൂൾ വൈസ് ആണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു GNM സ്കൂളിൽ കോൺടാക്റ്റ് ചെയ്യുകയും അതിനുശേഷം എപ്പോഴാണ് അവർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നഴ്സിംഗ് സ്കൂളിൻ്റേത് വിളിക്കുന്ന സമയത്ത് ആ ഒരു കോളേജ് ചിലപ്പോൾ നിലവിലില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ആ ഒരു
നഴ്സിംഗ് സ്കൂളിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു നഴ്സിംഗ് സ്കൂളിൽ വിളിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അവർ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങളെ അവർ വിളിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിലെ മുൻഗണന അനുസരിച്ച്, അതുപോലെ ആ സ്കൂളിൽ എത്ര സീറ്റാണ് വാക്കൻസി ഉള്ളത് അതിനനുസരിച്ച് നിങ്ങളെ വിളിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പോയിട്ട് അഡ്മിഷൻ എടുത്താൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.